അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ അല്ലേ? ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നാടൻ മഞ്ഞളുണ്ടല്ലോ, ഇത് നമുക്ക് എത്രത്തോളം എടുത്തു വെക്കാൻ പറ്റും. കൃഷി ചെയ്ത് പുഴുങ്ങി ഉണക്കി നമുക്ക് വർഷങ്ങൾ 1-2 വർഷം വരെ എടുത്തു വെക്കാൻ, ഒരു കേടോ ഉറക്കുത്തനോ ഒന്നും പറ്റാതെ എടുത്തു വെക്കാൻ പറ്റും. ഇതിന് വേണ്ട എങ്ങനെയാണ് നമ്മളിത് ചെയ്ത് വെക്കേണ്ടത്, ഇതെങ്ങനെ പുഴുങ്ങിയെടുക്കണം, എത്രത്തോളം ഇത് വേവിക്കണം എന്നുള്ള ഡീറ്റെയിൽസുകളെല്ലാമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ എൻ്റെ ഈ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ പറ്റുക, കേട് വരാതെ ഒരു വർഷം 1.5 വർഷം 2 വർഷമൊക്കെ എടുത്ത് വെക്കാൻ പറ്റുന്നത് എങ്ങനെയെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ കറക്റ്റ് ഇതിൽ പറയുന്നുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്തിട്ട്, നമ്മൾ കൃഷി ചെയ്യുന്ന രീതിയൊന്നും ഞാൻ ഇതിൽ കാണിക്കണില്ല. കൃഷി ചെയ്യാൻ നമ്മൾ തറ മാടിയിട്ട് ഇതിൻ്റെ വിത്തുകളാണ് നമ്മൾ കുഴിച്ചിടാറുള്ളത്. ഇതിൻ്റെ തള്ള എന്ന് പറയുന്നത് അതിൻ്റെ മുരട്ടിലുള്ള അതിൻ്റെ വേരുകളൊക്കെ ഉള്ള ഭാഗം ഉണ്ടല്ലോ, അതാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത്. വിത്തുകളാണ് നമ്മൾ കുഴിച്ചിടാൻ സാധാരണ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ തറ മാടിയിട്ട് മണ്ണൊക്കെ നിറച്ചിട്ട്, അതൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല. അതിലിങ്ങനെ ഓരോന്ന് ഇടവിട്ടാണ് നമ്മൾ കുഴിച്ചിടുക. അപ്പോൾ നമ്മൾ കുഴിച്ചിട്ടുങ്ങാണ്ട് പറിച്ചെടുത്ത മഞ്ഞളാണിത്. അപ്പോൾ ഇതിൻ്റെ ഇല നല്ല പോലെ ഉണങ്ങി വരുമ്പോഴാണ് നമ്മൾ മഞ്ഞൾ മൂപ്പായി എന്ന് കരുതി, ഞാനിതിൽ കാണിച്ചല്ലേ ഉണങ്ങിയ ഇല, അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ മഞ്ഞൾ കളക്കാൻ പാടുള്ളൂ കേട്ടോ. അതിന് മുമ്പ് കളച്ചെടുക്കരുത്. അല്ലെങ്കിൽ നമ്മൾ മഞ്ഞൾ മൂത്തിട്ടില്ലെങ്കിൽ അത് ഉറക്കുത്തം വന്നിട്ട്, ഓർക്കുത്തം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, ഞങ്ങളിവിടെയൊക്കെ ഉറക്കുത്തന്നെ പറയാം. അപ്പോൾ ഇതിൻ്റെ ഈ തള്ളഭാഗം ഉണ്ടല്ലോ, ഇതിൻ്റെ മുരട്, ആ തള്ള ഭാഗമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പൊടിച്ചെടുക്കാൻ നല്ലത്. ഇങ്ങനെ ഇതിൻ്റെ വേരുകൾ നല്ല നിറയെ മണ്ണുണ്ടാവും കളച്ചെടുക്കുമ്പോൾ. ഈ വിത്തുകളാണ് ഞാൻ ഈ കാണിക്കുന്ന വിത്തുകളാണ് നമ്മൾ കുഴിച്ചിടുക കേട്ടോ. അല്ലാതെ തള്ളയായിട്ട് കുഴിച്ചിടരുത്, അത് നമ്മൾ പൊടിച്ചെടുക്കാറാണ്. ഇങ്ങനെ വണ്ണുള്ള വിത്ത് നമ്മൾ കുഴിച്ചിട്ടാൽ നല്ല വിളമയുള്ള വണ്ണമുള്ള വിത്തായിട്ട് നമുക്ക് വീണ്ടും മഞ്ഞൾ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഈ മുരടിൽ നിന്ന് ഇങ്ങനെ വേറെടുത്ത് ഇത് കഴുകി നല്ല പോലെ കഴുകി ഇങ്ങനെ വേറെടുത്ത് ചെറുതായി കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് പുഴുങ്ങരുത്. കാരണം നമ്മുടെ മഞ്ഞളിൻ്റെ സത്തുകളെല്ലാം അത് പോവും. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ എല്ലാ വേരുകളും കളഞ്ഞിട്ട് നല്ല പോലെ കഴുകി വൃത്തിയാക്കി മണ്ണൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മളിത് പുഴുങ്ങിയെടുക്കാൻ കേട്ടോ. എന്നിട്ട് പുഴുങ്ങുമ്പോൾ നല്ല പോലെ വേവിച്ചെടുക്കണം. നല്ല മൂപ്പാവാത്ത മഞ്ഞളാണ് നമ്മൾ വേവിച്ചെടുത്താലും ഇത് വേവാതെ ഇങ്ങനെ പച്ചയിലും ചെറുതായി കഴുകി ഉണക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഉണക്കി എടുത്ത് വെച്ചാലും 1 വർഷം വരെ പൊടിച്ച് വെച്ചാൽ കേടുവരാതെ നിൽക്കും കേട്ടോ. അപ്പോൾ പക്ഷേ അതിന് രുചിക്ക് ചെറിയൊരു മാറ്റം ഉണ്ടാവും. വളരെ കുറച്ച് മഞ്ഞളുള്ളൂ കേട്ടോ. ഇത് നമുക്ക് ഉണക്കിയാൽ, ഇതിപ്പോൾ 1 കിലോനോ 1.5 കിലോനൊക്കെ ഉണക്കിയാൽ ആകെ 1/2 കിലോ മഞ്ഞളേ ഉണ്ടാവുള്ളൂ. പച്ചയിൽ 1.5 കിലോനൊക്കെ ഉണക്കിയാൽ 1/2 കിലോ അല്ലെങ്കിൽ ഒരു 700 ഗ്രാം മഞ്ഞളൊക്കെ ഉണങ്ങി കഴിഞ്ഞാൽ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് നല്ല പോലെ കഴുകി വൃത്തിയാക്കാൻ പോവാണ്. 1 പ്രാവശ്യം 2 പ്രാവശ്യം ഒന്നും കഴുകിയാൽ നമുക്കത് വൃത്തിയായി കിട്ടില്ല. നല്ല പോലെ മണ്ണുണ്ടാവും. നല്ല പോലെ ഒന്ന് കഴുകി ആ മണ്ണൊക്കെ, ഇത് മണ്ണ് ചെറുതായിട്ട് ഉണ്ടെത്തി കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ ഉണക്കി കഴിയുമ്പോൾ ആ മണൽ അതിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഞ്ഞൾപ്പൊടിയിലൊക്കെ കല്ല് കടിക്കും. അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മളിത് നല്ല പോലെ കഴുകിയിട്ട് വേണം നമ്മൾ നമ്മളിത് ഇങ്ങനെ പൊട്ടിച്ച് എടുക്കരുത് കേട്ടോ. പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പൊട്ടിക്കാൻ പറ്റാത്തതൊക്കെ ഇങ്ങനെ തന്നെ ഇട്ട് പുഴുങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറുതാക്കി പീസുകളാക്കുകയാണ് നല്ലത്. അങ്ങനെയാവുമ്പോൾ നമ്മുടെ മഞ്ഞളിൻ്റെ ഒരുവിധം സത്തുകളൊന്നും നമ്മൾക്ക് അതിൽ നഷ്ടമാവില്ല. അപ്പോൾ കഴുകിയതിന് ശേഷം നല്ല പോലെ നമ്മൾ ഒരു 6-7 മണിക്കൂറൊക്കെ ഇത് വേവിച്ചെടുക്കണം കേട്ടോ. എത്ര വേവിച്ചാലും മഞ്ഞൾ വേവായി കിട്ടില്ല. മഞ്ഞൾ വേവാകും വേണം, എന്നാലുള്ള നമ്മളെ മഞ്ഞൾ കേടുവരാതെ നമുക്ക് 1 വർഷം 2 വർഷമൊക്കെ കൂടുതൽ മഞ്ഞൾ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് എടുത്ത് വെക്കാൻ പറ്റും. ഒരു കേടും വരില്ല. ഞാൻ എടുത്ത് വെച്ച് അനുഭവത്തിൽ ഉപയോഗിച്ചതിൻ്റെ അറിവാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാനിപ്പോൾ ഇതൊരു 3-4 പ്രാവശ്യം കഴുകി ഇതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നല്ല പോലെ വെള്ളം തിളപ്പിക്കാൻ വെക്കുമ്പോൾ തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് കൃഷി ചെയ്താൽ നല്ല പോലെ വളമൊന്നും ഇടാതെ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവുന്നതാണ് മഞ്ഞളിന് അധികം വിലയുണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കണ്ട് അത് പൊടിച്ചെടുത്ത നാടൻ മഞ്ഞളിന് ഒരു കെമിക്കലും ഇല്ലാതെ നമുക്ക് ഒരുപാട് കാലം നല്ല ഫ്രഷായ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാനും പറ്റും. വളരെ കുറച്ച് മതി, എന്നാൽ തന്നെ നമുക്ക് അത് കുറേ കാലം ഉപയോഗിക്കാനും പറ്റും. ഇതിൻ്റെ ഈ വേരുള്ള ഭാഗം കണ്ടില്ലേ, ഈ തള്ളഭാഗം, ഇതിൻ്റെ ഇവിടെ ഈ തൊലിയാണ് കേട്ടോ. അതൊന്നും മണ്ണല്ല,
കറുത്ത തൊലി ഇത് മണ്ണിൽ ഇങ്ങനെ കിടന്നിട്ട് കറുത്ത തൊലിയാവണതാണ്. അതൊക്കെ നമ്മൾ വരണ്ടി കളയണമെന്നില്ല. ഇത് നമുക്ക് കഴുകി പുഴുങ്ങിയതിന് ശേഷം ഉണക്കാൻ വെക്കുമല്ലോ, ഉണക്കി കഴിയുമ്പോൾ അതെല്ലാം പൊടിഞ്ഞു പോരും, എല്ലാ തൊലിയും പൊടിഞ്ഞു പോരും. മഞ്ഞൾ നമ്മൾ പുഴുങ്ങാൻ വെക്കുമ്പോൾ ഒരു അലുമിനിയ കലത്തിൽ, പഴയ കലത്തിൽ വെക്കാൻ നോക്കണം. കാരണം ആ കലത്തിനുള്ള ആകെ മഞ്ഞ കളർ പിടിച്ചിട്ടുണ്ടാവും. പിന്നെ നമുക്ക് കുക്കിംഗ് ചെയ്യുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന പാത്രമാണെങ്കിൽ കുക്ക് ചെയ്യുമ്പോൾ ആ ഭക്ഷണമൊക്കെ മഞ്ഞ കളറായി മാറും. അപ്പോൾ ഞാനിപ്പോൾ ഇത് തിളപ്പിച്ച് ഊറ്റിയ വെള്ളമാണ് കേട്ടോ. ഇത് ഞാൻ ഇപ്പോൾ തിളപ്പിച്ച് ഒരു 7 മണിക്കൂറൊക്കെ ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട്. 6 മണിക്കൂർ, 7 മണിക്കൂർ, 8 മണിക്കൂർ, 10 മണിക്കൂറൊക്കെ വേണമെങ്കിൽ വേവിച്ചെടുക്കാം. ചിലർ 2 ദിവസമൊക്കെ ഫുള്ളും വേവിച്ചെടുക്കുന്നു. അതിൻ്റെയൊന്നും ആവശ്യമില്ല. ഞങ്ങൾ സ്ഥിരമായിട്ട് വർഷങ്ങളോളം മഞ്ഞൾ പുഴുങ്ങി ഉപയോഗിക്കുന്ന ആളുകളാണ്. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് പറയാണ്, ഞാനിപ്പോൾ ഒരു 7 മണിക്കൂർ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല പോലെ 7 മണിക്കൂറും തീ കത്തിച്ചിട്ട് എണ്ണയാണ് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ മേലെ നല്ല പോലെ വെള്ളം വെക്കണം. അപ്പോൾ ഇത് കണ്ട് നല്ല പോലെ നമുക്ക് പെട്ടെന്ന് തന്നെ, നമ്മൾ വേവായതാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ അടർന്ന് പോരും. നമ്മളെന്താ ഫുഡൊക്കെ ഇങ്ങനെ എന്താ പറയുക, എന്താ നമ്മൾ കട്ട് ചെയ്തെടുക്കുമല്ലോ. അപ്പോൾ നമ്മൾ ക്യാരറ്റൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഒരു ഉറപ്പില്ലേ, അതേപോലെ ഉറപ്പുണ്ടാവും ഇത് വേവാത്ത സാധനമാണെങ്കിൽ. അതല്ല എങ്കിൽ സിമ്പിളായിട്ട് മെല്ലെ ഒന്ന് കത്തി വെച്ചാൽ തന്നെ അടർന്ന് ഇങ്ങനെ പോരും. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഒന്നിങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ സോഫ്റ്റായിട്ട് പൊട്ടിപ്പോരും. അത് വേവായിട്ടുണ്ടെങ്കിൽ അതുപോലെ അതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയുള്ളൊരു മഞ്ഞ കളറായി മാറിയിട്ടുണ്ടാവും. വേവാകത്താണെങ്കിൽ കളറ് അത്ര തന്നെ ഗോൾഡൻ കളറാവില്ല. അപ്പോൾ ഇങ്ങനെ വണ്ണമുള്ള ഭാഗങ്ങളൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഉണക്കിയില്ലെങ്കിൽ എന്താ വെച്ചാൽ ഉള്ളി ശരിക്കും ഉണങ്ങണം. ഉണങ്ങിയിട്ടില്ലെങ്കിൽ നമ്മുടെ മഞ്ഞൾ പൂത്ത് കേടായിപ്പോവും. അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ വണ്ണല്ല ഭാഗമൊക്കെ അതേപോലെ അതിൻ്റെ ഒരു വിത്തിൽ തന്നെ 2-3 പീസുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പുഴുങ്ങിയതിന് ശേഷം വേറെടുത്ത് സെപ്പറേറ്റ് കഷ്ണങ്ങളാക്കി എടുത്ത് ചെറുതാക്കി നുറുക്കിയെടുത്താൽ നല്ല പോലെ ഉണങ്ങി വന്നാൽ എന്തായാലും ഒരു 4 ദിവസം നല്ല വെയിൽ തട്ടന്നെ വേണം. നല്ല വെയിൽ തട്ടി 4-5 ദിവസം ഉണക്കി വെച്ചാൽ നമുക്കത് നോക്കി കഴിയുമ്പോൾ അത് പൊട്ടാൻ തുടങ്ങും. അങ്ങനെ പൊട്ടിച്ചാൽ പൊട്ടും. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മളിത് മഞ്ഞൾ ഉണങ്ങി എന്ന് ശരിക്കും മനസ്സിലാക്കുക. ശരിക്കും ഉണക്കി തന്നെ വെക്കണം കേട്ടോ. ഉണക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ മഞ്ഞൾ നമുക്ക് വർഷങ്ങളൊന്നും എടുത്ത് വെക്കാൻ പറ്റില്ല. ഇപ്പോൾ ചിലർ മഞ്ഞൾ കൃഷി ചെയ്ത ഇഷ്ടം പോലെ മഞ്ഞൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ നമുക്ക് ആവശ്യമാണ്. മഞ്ഞൾ ഡെയിലി ഉപയോഗിക്കുമല്ലോ ഒരു വീട്ടിൽ. അപ്പോൾ നമുക്ക് കൊല്ലങ്ങളോളം മഞ്ഞൾ എടുത്ത് വെച്ചാൽ, പൊടിച്ചെടുത്ത് വെച്ചാലും പൊടിക്കാതെ എടുത്ത് വെച്ചാലും അത് കേട് വരാതെ നല്ല, ഞങ്ങൾ ഒരു വർഷത്തിന് വരെ മഞ്ഞൾ പൊടിച്ച് വെക്കാറുണ്ട്. അതുപോലെ തന്നെ പൊടിക്കാതെയും വെക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇതുവരെ കേട് വന്ന ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ അറിവിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഞാൻ കണ്ടില്ലേ, ഈ പീസുകളൊക്കെ നമ്മൾ കട്ട് ചെയ്താലുള്ളൂ അതിൻ്റെ ആ അടിഭാഗം എല്ലാ ഭാഗവും ഉണങ്ങി ശരിക്കും ഉണങ്ങി വൃത്തിയായി വരണം. നല്ല പോലെ വേവാവും ചെയ്യും. വേവായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾക്ക് തീ കത്തിക്കാതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് പോയി അങ്ങനെ വേവായിട്ടില്ലെങ്കിൽ നല്ല പോലെ വിറക് കത്തിച്ച് തന്നെ. ഇത് 7 മണിക്കൂറൊക്കെ പുഴുങ്ങി ഞാനിങ്ങനെ ചെറുതായി പീസുകളൊക്കെ ആക്കി കട്ട് ചെയ്ത് നമ്മൾ ടെറസിൻ്റെ മേളിലാണ് ഇട്ടിട്ടുള്ളത്. ടെറസിൻ്റെ മേളില്ലാത്തവർ വെയിലുള്ള ഏത് ഭാഗത്താണെങ്കിലും അതില്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലോ അതല്ലെങ്കിൽ ചാക്കിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും വിരിപ്പ് വിരിച്ചിട്ടൊക്കെ നമ്മൾ ഈ മഞ്ഞൾ ഉണക്കി പട്ടില്ലാതെ ഒന്നൊന്നിൽ തട്ടാതെ തന്നെ പരത്തി വെച്ച് നല്ല വെയിൽ തട്ടിച്ചെടുത്താൽ 4 ദിവസം കൊണ്ട് 5 ദിവസം കൊണ്ട് നമുക്ക് ശരിക്കും ഉണങ്ങി കിട്ടും. ഇനി അതല്ല കുറേ ദിവസം വെച്ച് ഉണക്കിയാലും കുഴപ്പമൊന്നുമില്ല. ശരിക്കും ഉണങ്ങണം എന്ന് മാത്രമേ ഉള്ളൂ. നല്ല പോലെ ഉണങ്ങിയിരിക്കണം. വെയിൽ തട്ടിങ്ങാണ്ട് ഉണങ്ങന്നെ വേണേനു കേട്ടോ. എന്നെങ്കിലുള്ളൂ നമ്മളെ മഞ്ഞൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റുക. അതല്ല നമുക്ക് അപ്പക്കപ്പളെ പൊടിക്കാനാണെങ്കിൽ ഇനിയിപ്പോൾ വെയിൽ കുറച്ച് കുറഞ്ഞു എഴുതി കുഴപ്പമൊന്നുമില്ല. പക്ഷേ നല്ല ടെറസിൻ്റെ മേളിലോ അതല്ലെങ്കിൽ വെയിൽ തട്ടുന്ന മുറ്റത്ത് എവിടെ വെച്ചിട്ടാണെങ്കിൽ ഇത് നമുക്ക് ഉണക്കിയാൽ നല്ല പ്യുവർ മഞ്ഞൾ അടിപൊളിയായിട്ട് തന്നെ കിട്ടും. ഉണങ്ങിയ മഞ്ഞൾ, നല്ല പോലെ ഉണങ്ങിയ മഞ്ഞൾ, ഇതിൻ്റെ പൊട്ടുന്ന സൗണ്ട് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോൾ ശരിക്കും പൊട്ടുന്നത് കാണിച്ചു തരാം. വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈ കൊണ്ടൊന്ന് തിരുമ്മി കൊടുത്താൽ അതിൻ്റെ തൊലികളെല്ലാം പൊടിഞ്ഞ് ചാടിപ്പോരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി.
അപ്പം നല്ല പോലെ ഉണങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ നുറുക്കൊക്കെ പൊട്ടുന്ന പോലത്തെ സൗണ്ട് ഉണ്ടാവും. അത് ശരിക്കും പൊട്ടിക്കുമ്പോൾ തന്നെ ടിം തന്നെ പൊട്ടിപ്പോരും. അപ്പോൾ ഇങ്ങനെ ഉണക്കി നമ്മളിങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിൽ എടുത്ത് വെച്ചാൽ വർഷങ്ങൾ വേണമെങ്കിൽ നല്ല ഒരു കവറിൽ കെട്ടിയതിന് ശേഷം വേറൊരു കവറിലും കൂടി ശരിക്കും കവർ ചെയ്ത് കെട്ടി വെക്കണം കേട്ടോ. എന്നിട്ട് മൂടി എടുത്ത് വെച്ചാൽ നമുക്ക് മാസങ്ങളോ വർഷങ്ങളോ എത്ര വേണമെങ്കിലും എടുത്ത് വെക്കാം. പിറ്റത്തെ വർഷമാകുമ്പോൾ നമ്മൾ ഒന്നും കൂടി വെയിലത്തിട്ടൊന്ന് ഉണക്കണം, ഒന്ന് ചൂടാക്കി എടുത്ത് വെക്കണം. ഉറക്കുത്തനോ ഒരു കേടുപാട് പൂക്കലോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല പ്യുവർ മഞ്ഞൾ എടുത്ത് വെക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. നിങ്ങൾ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ നാടൻ മഞ്ഞൾ കൃഷി ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാനും പറ്റും, നല്ല പോലെ വിത്ത് വിളവെടുക്കാനും പറ്റും. എല്ലാവർക്കും ഫ്രഷായ മഞ്ഞൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് ആരോഗ്യത്തിന്. നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്നതിൽ കെമിക്കലെല്ലാം കൂട്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ, ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു ലൈക്കിൻ്റെ ചിഹ്നത്തിലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഇനി നല്ല വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.